നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ജാർഖണ്ഡിൽ നിന്നുള്ള ലോക്സഭാംഗമായ നിഷികാന്ത് ദുബൈക്ക് MP സ്ഥാനം രാജിവെക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. BJP MP-മാരുടെ ഇത്തരത്തിലുള്ള സുപ്രീം കോടതിക്കെതിരെയുള്ള കടന്നാക്രമണം ഭരണഘടനാ വിരുദ്ധമാണ് എന്ന കണ്ടെത്തലിലേക്ക് കോടതി എത്തിയിരിക്കുകയാണ്. നിഷികാന്ത് ദുബെ പറഞ്ഞിരിക്കുന്നത് സഞ്ജീവ് ഖന്ന ആഭ്യന്തര കലാപത്തിന് വേണ്ടി ശ്രമിക്കുകയാണോ എന്ന ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. മാത്രമല്ല, ഇന്ത്യയിലെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിലും നിഷികാന്ത് ദുബെ കോടതിയെ ലക്ഷ്യം നടത്തിയിരിക്കുകയാണ്. അത് വ്യക്തമായി കണ്ടെത്തിയിരിക്കുന്നു. കോടതി സ്വമേധയാ കേസെടുക്കണം എന്നാണ് കപിൽ സിബൽ ഉൾപ്പെടെയുള്ളവർ തുറന്നടിച്ചിരിക്കുന്നത്. പ്രശാന്ത് ഭൂഷണും കപിൽ സിബലും ഉൾപ്പെടെ മുതിർന്ന അഭിഭാഷക നിരയെല്ലാം കൃത്യമായി ഈ BJP MP-യെ ഇതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ MP സ്ഥാനം ഏകപക്ഷീയമായി റദ്ദാക്കുകയും വേണം എന്നുള്ളത് വെളിപ്പെടുത്തിയിരുന്നു. അദ്ദേഹം ചെയ്തിരിക്കുന്ന ഒരു ക്രിമിനൽ കുറ്റമാണ്. ഒരിക്കലും സുപ്രീം കോടതിയെ വെല്ലുവിളിക്കാനോ സുപ്രീം കോടതിയുടെ രീതികളെ, സംവിധാനത്തെ നിന്ദ്യമായി മോശമായ ഭാഷയിൽ പരാമർശിക്കാനോ യാതൊരു വ്യക്തിക്കും അധികാരമില്ല. അതുകൊണ്ട് തന്നെ കോടതി ലക്ഷ്യത്തിൻ്റെ പേരിൽ സ്വമേധയാൽ സുപ്രീം കോടതിക്ക് കേസെടുക്കാം. ആ വ്യക്തിയുടെ MP സ്ഥാനം റദ്ദാക്കപ്പെടും. പാർലമെൻറ്റിൽ MP-മാരുടെ റോൾ എന്താണെന്നുള്ളത് കൃത്യമായി ഭരണഘടനയിൽ നിഷ്കർഷിച്ചിട്ടുണ്ട്. അതായത്, ബില്ലുകൾ അവതരിപ്പിക്കുമ്പോൾ ആ ബില്ലുകൾ പാസ്സാക്കാൻ പാർലമെൻറ്റിൽ MP-മാരുടെ വോട്ടാണ് വേണ്ടത്. ആ സ്ഥാനത്തിന് നിഷികാന്ത് ദുബെ അർഹനല്ല എന്നുള്ളത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെ നടത്തിയ പരാമർശത്തോടുകൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. BJP അതുകൊണ്ടാണ് വളരെ ഗൗരവത്തോടെ കാണുകയും ഇത് ഞങ്ങൾ പറയുന്ന വാചകമല്ല, ഞങ്ങൾക്ക് ഈ വ്യക്തിയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റുമായി ഒരു ബന്ധവുമില്ല, ഞങ്ങളാരും പറഞ്ഞിട്ടേ അല്ല ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് JP നദ്ദ തടിയൂരിയത്. കാരണം BJPക്ക് കൃത്യമായി അറിയാം ഇതിൻ്റെ വരായികൾ എന്തുമാത്രമാണ് എന്നുള്ളത്. സുപ്രീം കോടതിക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ആ വ്യക്തിക്കെതിരെ ശിക്ഷാ നടപടിയെടുക്കാം. രാജ്യദ്രോഹ കുറ്റമാണ് ആ വ്യക്തി ചെയ്തിരിക്കുന്നതെന്നുള്ളത് വളരെ വ്യക്തമായി സുപ്രീം കോടതിക്ക് പ്രൂവ് ചെയ്യാൻ കഴിയുന്ന അവസരമാണ്. അങ്ങനെ വന്നാൽ BJP MP കാരാഗൃഹത്തിലേക്ക് അടയ്ക്കപ്പെടുന്ന സന്ദർഭം തന്നെയാണ് സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുന്നത്. മന്ത്രിസഭയ്ക്ക് തന്നെ ഇത് വലിയ ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മോദി മന്ത്രിസഭയ്ക്കെതിരെ സഞ്ജീവ് ഖന്ന രണ്ടും കൽപ്പിച്ച് നീങ്ങുമ്പോൾ അദ്ദേഹത്തിനെതിരെ വധഭീഷണിയുമായി പല സംഘപരിവാർ സംഘടനകളും രംഗത്ത് വരുന്നത് അത് വലിയ രീതിയിലുള്ള കോൺസിക്വൻസസ്, അതിൻ്റെ അനന്തരഫലം എന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്കായിരിക്കുമെന്ന് വ്യക്തമാക്കുകയാണ് കപിൽ സിബൽ.